അങ്ങനെ ഒരു മാസത്തിന് ശേഷം ഇന്ന് സ്കൂൾ ഓപ്പണിംഗ് ആണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും മുട്ടക്കറിയായിരുന്നു. അപ്പോൾ മുട്ടക്കറിക്ക് വേണ്ടുന്ന സവാള അരിയാണ് കേട്ടോ. ഈ ഒരു ചോപ്പർ ഉണ്ടായതുകൊണ്ട് ഒറ്റ പ്രസ്സിൽ കാര്യം നടക്കും. ഇത്രയും സവാളയൊക്കെ കൈകൊണ്ട് അരിഞ്ഞു വരുമ്പോഴത്തേന് എനിക്ക് ഒരുപാട് സമയം എടുക്കും കേട്ടോ. ഇതാവുമ്പോൾ പെട്ടെന്ന് സവാള മാത്രമല്ല, നമുക്ക് തോരനായാലും എന്ത് വേണമെങ്കിലും ഒറ്റ പ്രസ്സിൽ കാര്യം നടക്കും. അപ്പോൾ ചട്ടി ചൂടായപ്പം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു, 2 വെളുത്തുള്ളി ഇട്ട്, പിന്നെ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. പിന്നെ അതിലേക്ക് മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുത്തതിന് ശേഷം അതിൽ നിന്നൊരു 2 സ്പൂൺ എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ മുട്ടക്കറി വെക്കുമ്പോൾ ഒരു ചെറിയൊരു ഗ്രേവിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരച്ചെടുക്കുന്നത്. അപ്പോൾ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല ഇങ്ങനെ അരച്ചെടുത്ത് ചേർത്താൽ. അപ്പോൾ അതും അരച്ചെടുത്ത് ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ആ ഒരു സമയത്തിന് ഞാൻ അപ്പം കൂടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ 7 മണിയാകുമ്പോൾ 2 പേർക്കും പോകണം. അങ്ങനെ അതൊക്കെ ഒന്ന് തിളച്ച് വറ്റി വന്നപ്പോഴേക്കും പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ മുട്ട ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാനൊന്നും പോയില്ല. പിന്നെ ആവശ്യത്തിന് എന്താ പറയുന്നത്, ഗരം മസാലപ്പൊടിയും മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടെയൊക്കെ ചേർത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും 2 പേരും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ച് അവർ പോയി. ഇനിയിപ്പോൾ ഞാനും കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കി പണികൾ, ഒരുപാട് പണികൾ എളുപ്പമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.